നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ. ഇവിടെ ഞങ്ങളെല്ലാവരും അവൈലബിൾ ആയിരുന്ന ഒരു വീക്കെൻഡ് വ്ലോഗ്. നമ്മുടെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫുഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗെറ്റ് ടുഗദേഴ്സിലെല്ലാം ഫുഡിനൊരു മെയിൻ റോൾ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിന് വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഫീലാണ്, പ്രത്യേക എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് ഒരു നാടൻ മാരിനേഷനിലുള്ള ഗ്രിൽഡ് ചിക്കനും പിന്നെ മുത്താബിലും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിസ്സയുമാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പിസ്സ മാർഗരറ്റയാണ് ഉണ്ടാക്കുന്നത്. അതാണ് കുഞ്ഞിനൊക്കെ ഇഷ്ടവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 300 ml കപ്പിൽ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 2 ടീസ്പൂണോളം സോൾട്ടും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു ½ ടീസ്പൂൺ ഈസ്റ്റ് ലൂക്ക് വാം വാട്ടറിൽ ഒരു ½ ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി അതവിടെ ഫെർമെൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 6 അല്ലി വെളുത്തുള്ളി എടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് നമുക്ക് അതിൻ്റെ അകത്ത് നല്ല എരിവ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ചിക്കൻ്റെ പുറത്ത് ജസ്റ്റ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകെല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് നല്ല എരിവായിരുന്നു, ഒരു രക്ഷയില്ലാത്ത എരിവായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്ര എടുക്കുക ചേർത്ത് കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണേ. അതിൻ്റെ കൂടെ മുളക് പൊടി, ഗരം മസാല, പിന്നെ ഫെനൽ സീഡ്സിൻ്റെ പൗഡർ, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരു 2 to 3 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഒരു ഓവർനൈറ്റൊക്കെ വെക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ അതെല്ലാം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കിനും അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിലാണ്. എനിക്കതാ കുറച്ചും കൂടി കംഫർട്ടബിൾ. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തിന് നമുക്ക് പിസ്സയുടെ ഡോ ഒന്ന് നീഡ് ചെയ്തെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റ് ചേർത്തിട്ട് കുറച്ച് ഒലീവ് ഓയിലും പിന്നെ ആവശ്യത്തിന് ലൂക്ക് വാം വാട്ടറും കൂടി ഒഴിച്ച് പിസ്സയുടെ ഡോ ഒന്ന് നന്നായിട്ട് നീഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയത്തിന് നമുക്ക് മുത്താബിൽ ഇവിടെ ഡിപ്പായിട്ട് യൂസ് ചെയ്യണമെന്ന് മുത്താബിലാണ്, അതും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഹെൽത്തി. ഇവിടെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഉണ്ടാക്കണത്. പിന്നെ ഒരു 2 hours ഒന്നും വെച്ചില്ല കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ, കാരണം സമയം ഉണ്ടായിരുന്നില്ല. പിള്ളേർക്കൊക്കെ ആണെങ്കിലും വിശക്കുമല്ലോ, അതുകൊണ്ട് നേരത്തെ ഒരു 1.5 hours ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. ഞാൻ ആദ്യം പിസ്സയും എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷേ ഇത് ചിക്കൻ ഒരുപാടുള്ളത് കാരണം അതിന് കുറച്ചധികം ടൈം എടുക്കുമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു പാൻ ഗ്രില്ല് ചെയ്യാമെന്ന്. അങ്ങനെ നിങ്ങൾ ഷേപ്പ് ഒന്നും നോക്കരുത് കേട്ടോ, വളരെ മോശമാണ് ഞാൻ ഇതിലൊക്കെ. ബട്ട് ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പിസ്സയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞു മക്കൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും കഴിച്ചായിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ പിസ്സ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കട്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കത്തി വെച്ച് തന്നെയാണ് കട്ട് ചെയ്യണേ. എന്നിട്ട് ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സ്ലോ മോഷൻ എൻട്രി നോക്കിയതാ, ബട്ട് പാളിപ്പോയി. എനിക്കിതിൻ്റെ എല്ലാം ഓൺ വോയിസ് ഇടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കൊക്കോമെലനും പെപ്പ പിഗും ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇടാൻ യാതൊരുവിധ നിർവാഹവും ഇല്ലായിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് വരുമല്ലോ. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല സ്പൈസ് ടോളറൻസ് ലെവലുള്ള ആളാണ്. പക്ഷേ ആ മുളകിൻ്റെ എരിവ് ഒരു രക്ഷയില്ലായിരുന്നു, അത്രയും എരിവായിരുന്നു.
പക്ഷേ ആ മുളക് മാറ്റി വെച്ചാൽ ഇറ്റ് വാസ് സോ യമ്മി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഡ്രോപ്പ് എ കമൻറ്റ് ബിലോ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഗുഡ് നൈറ്റ്. See you good self in the next video. Bye. Bye. അയ്യോ ആരും പോകരുതേ, കുറച്ച് അൺഎഡിറ്റഡ് സീൻസും കൂടി ഉണ്ട് കേട്ടോ. ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ട് എടുക്കണം എന്ന് വിചാരിച്ച വ്ളോഗാണ്. പക്ഷേ ഈ പെപ്പ പിഗിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇതിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെഷൻ നടക്കാതിരുന്നത്. അപ്പോൾ ഇനി ശരിക്കും ബൈ ബൈ. See you in the next video.